ഹായ് ഫ്രണ്ട്സ്, ജിമ്മിൽ പോകാതെ ബോഡി ബിൽഡ് ചെയ്യാൻ കഴിയില്ലെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഈ ഫുൾ ബോഡി ഹോം വർക്കൗട്ടിലൂടെ നിങ്ങൾക്കൊരു നല്ല മസ്കുലർ ബോഡി ഉണ്ടാക്കാൻ സാധിക്കും. എപ്പോഴും വ്യായാമം ആരംഭിക്കുന്നതിന് മുമ്പ് വാം അപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ബോഡി മസിൽസ് ആക്റ്റീവായി ശരീരം ശരിയായി ചൂടാകും. അപ്പോഴാണ് നിങ്ങൾക്ക് ശരീരം നല്ല ഫിറ്റായി വെക്കാൻ സാധിക്കുന്നത്. ജമ്പിംഗ് ജാക്സ് ആണ് ഏറ്റവും മികച്ച ഒരു വ്യായാമം. നല്ല ശരീരം ലഭിക്കാൻ തുടർച്ചയായി ഇത് 1 മിനിറ്റ് ചെയ്യണം. വാം അപ്പ് ചെയ്തതിന് ശേഷം ലെഗ്സ് വർക്കൗട്ട് ആണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കാലുകൾ ശരിയായി വ്യായാമം ചെയ്താൽ മാത്രമേ നല്ല വളർച്ചയുണ്ടാകുകയുള്ളൂ. കാരണം കാലുകൾ വർക്കൗട്ട് ചെയ്താൽ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ബൂസ്റ്റ് ആകും. ഇതിൽ ആദ്യത്തെ വർക്കൗട്ട് ഫോർവേഡ് ലഞ്ച് വർക്കൗട്ട് ആണ്. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് ഭാരം കയ്യിൽ വെച്ചുകൊണ്ട് ചെയ്യാം. കലോറി കുറയ്ക്കാൻ ഇത് സഹായിക്കും. നിങ്ങളുടെ കാലിലെ പേശികൾ കൂടുതൽ പരിശീലിപ്പിക്കപ്പെടും. അടുത്തത് ചെസ്റ്റ് വർക്കൗട്ട് ആണ്. നെഞ്ചിലെ പേശികൾ സ്ട്രെങ്ത് ആയും ഷേപ്പായും മാറ്റുന്നതിന് പുഷപ്പിനേക്കാൾ മികച്ച വർക്കൗട്ട് വേറെയില്ല. പുഷപ്പിൽ ധാരാളം വെറൈറ്റികളുണ്ട്. പോസ് പുഷപ്പ് ആണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ പോസ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. ഒരു ഗവേഷണത്തിൽ ഈ പോസ് പുഷപ്പ് ചെയ്യുന്നതിലൂടെ നെഞ്ചിലെ പേശികളുടെ നാരുകൾ വേഗത്തിൽ വളരുന്നതായി കണ്ടെത്തി. ഈ വർക്കൗട്ട് നിങ്ങൾ ഒരു സെറ്റ് മാത്രമേ ചെയ്യാവൂ. അതായത് 15 പുഷപ്പുകളിൽ കുറവ് മാത്രം ചെയ്താൽ മതി. ട്രൈസെപ്സ് വർക്കൗട്ട് ആണ് അടുത്ത വ്യായാമം. വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ബെഞ്ചിലും കസേരയിലും കിടക്കയിലും മറ്റെവിടെ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ഇത് പതിവായി ചെയ്താൽ നിങ്ങളുടെ ട്രൈസെപ്സ് മസിലുകൾ വളരെ വേഗത്തിൽ വളരും. ഇതൊരു സെറ്റ് മാത്രം 15 വരെ തുടർച്ചയായി ചെയ്യാം. അടുത്ത വ്യായാമത്തിലേക്ക് കടക്കും മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. ജിമ്മിൽ പോകാതെ ഹോം വർക്കൗട്ടിലൂടെ നിങ്ങൾക്ക് എങ്ങനെ നല്ലൊരു മസ്കുലർ ബോഡി ഉണ്ടാക്കാൻ കഴിയും എന്നതിനെ പറ്റിയാണല്ലോ ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. പലരും ബോധമനസ്സിൽ നിശ്ചയിച്ചുറപ്പിച്ച് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ ആരംഭിച്ചാലും ഉപബോധ മനസ്സിൽ നിന്നുള്ള റിജക്ഷൻ മൂലം ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ആ സംരംഭം അവസാനിപ്പിക്കുന്നതായി കാണാറുണ്ട്. അത്രയ്ക്ക് പവർഫുൾ ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. മനുഷ്യജീവിതത്തിലെ വിജയപരാജയങ്ങൾക്കും സുഖദുഃഖങ്ങൾക്കും കാരണമായി വർത്തിക്കുന്നതിൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഉപബോധ മനസ്സിനുള്ള പങ്കിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് അത് വിശ്വസിക്കാനാകും? ഇത് കാര്യകാരണ സഹിതം വിശദമാക്കി തരുന്ന പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് വിഖ്യാത എഴുത്തുകാരനായ ജോസഫ് മർഫി രചിച്ച ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഈ പുസ്തകത്തിന്റെ ഓഡിയോ ബുക്ക് ഞാൻ കേട്ടത് കുക്കു FM നിന്നുമാണ്. ഇത്തരത്തിൽ നമുക്ക് ആവശ്യമായ പല അറിവുകളും നൽകുന്ന ആയിരക്കണക്കിന് ഓഡിയോ ബുക്കുകളുടെ ഒരു അമൂല്യ ശേഖരമാണ് കുക്കു FM ഉള്ളത്. എന്റർടൈൻമെന്റ്, ഹിസ്റ്ററി, ഇൻഫോർമേഷൻ, ഫിനാൻസ്, റിലീജിയൻ, സെൽഫ് ഹെൽപ്പ്, മോട്ടിവേഷൻ, കരിയർ, ബിസിനസ് തുടങ്ങി നിരവധി മേഖലകളിലുള്ള പ്രശസ്തമായ പുസ്തകങ്ങളുടെ ഓഡിയോ ബുക്സ് കുക്കു FM ലഭ്യമാണ്. മാത്രമല്ല, ഇപ്പോൾ കുക്കു FM നിങ്ങൾക്കായി ഒരു ഓഫർ നൽകുന്നുണ്ട്. ആനുവൽ സബ്സ്ക്രിപ്ഷനിലും ആദ്യത്തെ മാസത്തെ സബ്സ്ക്രിപ്ഷനിലും 50% ഓഫർ നേടുന്നതിനായി TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കാവുന്നതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ബൈസെപ്സ് വർക്കൗട്ട് ആണ്. നിങ്ങൾ ഏത് വർക്കൗട്ട് ചെയ്താലും നിങ്ങളുടെ ബൈസെപ്സ് ഓട്ടോമാറ്റിക്കായി ഗ്രോ ആകുന്നുണ്ട്. ശക്തിയുള്ള ബൈസെപ്സ് വേണമെങ്കിൽ തീർച്ചയായും ബൈസെപ്സ് വർക്കൗട്ട് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ എത്ര ഭാരം വേണമെങ്കിലും നിങ്ങൾക്ക് കയ്യിലെടുക്കാം. വീട്ടിൽ ഡംബൽസ് ഉണ്ടെങ്കിൽ ഡംബൽസ് എടുക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഭാരമുള്ള ഏത് വസ്തുവും കയ്യിലെടുത്തുകൊണ്ട് ഇത് ചെയ്യാം. സ്ലോയിൽ വേണം ഇത് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ മസിലുകൾക്ക് ഇത് തകരാറുണ്ടാക്കും. നിങ്ങൾക്ക് 20 തവണ ഇത് ആവർത്തിച്ച് ചെയ്യാവുന്നതാണ്. ബാക്ക് വർക്കൗട്ട് ആണ് അടുത്തത്. നിങ്ങളുടെ പുറകിലെ പേശികൾക്ക് വീതിയേറിയ പിൻഭാഗം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഭംഗിയുള്ളതായി തോന്നിക്കൂ. വീട്ടിൽ തന്നെ നിങ്ങൾക്കിത് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. മേശയുടെ അടിയിലോ കട്ടിലിനടിയിലോ ബെഞ്ചിന്റെ താഴെയോ ഒക്കെ ഈ രീതിയിൽ ചെയ്യാം. വീഡിയോയിൽ കാണുന്നത് പോലെ ഈ രീതിയിൽ നിങ്ങളുടെ പുറകിലെ പേശികൾ മുകളിലേക്ക് ചലിപ്പിക്കേണ്ടതുണ്ട്. ഇതിനെ ഇൻവേർട്ടഡ് റോ എന്നാണ് വിളിക്കുന്നത്. ഇതൊരു സെറ്റ് മാത്രം ചെയ്താൽ മതി. അതിൽ 20 റിപ്പീറ്റേഷൻസ് ചെയ്യാൻ ശ്രമിക്കണം. അടുത്തത് പലർക്കുമേറെ ഇഷ്ടമുള്ളതാണ് ആബ്സ് വർക്കൗട്ട്. ആബ്സ് പേശികളെ എങ്ങനെ പരിശീലിപ്പിക്കാം എന്ന് നോക്കാം. ആവശ്യമില്ലാത്ത കൊഴുപ്പ് ഇല്ലാതാക്കാൻ ഇത് വളരെ സഹായകമാണ്. സീറ്റഡ് ലെഗ് റേസ് ആണ് ഇതിൽ ബെസ്റ്റ് ആയിട്ടുള്ള എക്സസൈസ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരിടത്തിരുന്നു കൊണ്ട് ഇത് ചെയ്യാവുന്നതാണ്. തുടർച്ചയായി നിങ്ങൾ ഇത് പരിശീലിച്ചാൽ മികച്ച റിസൾട്ട് ഉണ്ടാകും. ഇതെല്ലാം തുടക്കക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. സീറ്റഡ് ലെഗ് റേസ് ചെയ്തതിനു ശേഷം മൗണ്ടൻ ക്ലൈംബർ എക്സസൈസ് ചെയ്യണം. വീഡിയോയിൽ കാണുന്നത് പോലെ നോർമൽ തറയിൽ ഇത് ചെയ്യാവുന്നതാണ്. ആബ്സിന് വേണ്ടി ഈ 2 വർക്കൗട്ടുകൾ ചെയ്താൽ തന്നെ ആവശ്യമില്ലാത്ത കൊഴുപ്പെല്ലാം പോയി നല്ല അളവിൽ ആബ്സ് പേശികൾ വളരും. അടുത്തത് ഷോൾഡർ വർക്കൗട്ട് ആണ്. വിശാലമായ തോളുള്ളവർക്ക് ഏത് ഡ്രസ് ഇട്ടാലും അനുയോജ്യമായിരിക്കും. ഇതിനുള്ള ഏറ്റവും നല്ല വർക്കൗട്ട്
പൈക്ക് പുഷപ്സ് ആണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ബോഡി ഈ പൊസിഷനിൽ വെച്ച് പുഷപ്പ് ചെയ്യുക. ഇത് നിങ്ങളുടെ തോളുകൾ വളരെ വേഗത്തിൽ വിശാലമാക്കും. നിങ്ങൾക്ക് ഡംബൽസും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ കൈകളിൽ ഭാരമുള്ള വസ്തുക്കൾ വെച്ച് ലാറ്ററൽ റൈസുകൾ ശരിയായി ചെയ്യാം. ഇതും നിങ്ങളുടെ ഷോൾഡർ നല്ല ഫിറ്റ് ആക്കുന്നതാണ്. നിങ്ങളുടെ തോളുകൾ വശങ്ങളിൽ നിന്ന് വീതിയുള്ളതായി തോന്നും. അപ്പോൾ മാത്രമേ നിങ്ങളുടെ ശരീരം വിശാലമായി കാണപ്പെടൂ. നിങ്ങൾ ദിവസവും ഈ ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ദിവസം ചെയ്യുക, തൊട്ടടുത്ത ദിവസം വിശ്രമിക്കുക. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത്. ഇതോടൊപ്പം ഭക്ഷണക്രമവും നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.